+2-നോ ഡിഗ്രിക്കോ 80% മാർക്കുള്ളവർക്ക് പകുതി ഫീസ് മാത്രം കൊടുത്താൽ മതി. ദാർനജാത്ത് പൂർവ്വ വിദ്യാർത്ഥികൾക്കും അതുപോലെ SC/ST വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കും പ്രത്യേക ഫീസ് ഇളവുകളും ഇവിടെയുണ്ട്. ബിഗിൻ യുവർ ജേർണി അറ്റ് നജാത്ത് കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, കരുവരക്കുണ്ടു. ജനനനിരക്ക് കുറഞ്ഞ് വംശനാശ ഭീഷണിയിൽ കാടിന്റെ മക്കൾ. ജില്ലയിലെ ഏറ്റവും വലിയ ആദിവാസി ഉന്നതിയായ 40 സെന്റ് ഉന്നതിയിലെ പെൺകുട്ടികളുടെ കുറവിനൊപ്പം ജോലി തേടിയും മറ്റും പുറത്തു പോകുന്ന യുവാക്കൾ തിരികെ എത്താത്ത സംഭവങ്ങളും ആദിവാസി സമൂഹം നേരിടുന്ന വെല്ലുവിളിയാണ്. 100-ലധികം വിദ്യാർത്ഥികൾ പഠിച്ചിരുന്ന സ്കൂളിൽ കുട്ടികളുടെ കുറവ് സ്കൂളിന്റെ നിലനിൽപ്പിന് തന്നെ പ്രതിസന്ധിയിലാക്കി. ജനനനിരക്ക് വലിയ തോതിൽ കുറയുകയും ജില്ലയിലെ ആദിവാസി മേഖലകളിൽ യുവാക്കൾ പലായനം കൂടുകയും ചെയ്തതോടെ ജനസംഖ്യയിൽ വൻ കുറവുണ്ടായി. ആദിവാസികളെ ലക്ഷ്യമാക്കി സ്ഥാപിച്ച സ്കൂളുകളിലും അംഗനവാടികളിലും കുട്ടികളുടെ എണ്ണം വലിയ തോതിൽ കുറഞ്ഞതായി കണക്കുകൾ തെളിയിക്കുന്നു. ആദിവാസി കുടുംബങ്ങൾ ഏറ്റവും കൂടുതലുള്ള ജില്ലയിലെ വലിയ ഉന്നതിയായ ചോക്കാട് പഞ്ചായത്തിലെ 40 സെന്റിലാണ് ആദിവാസികളുടെ എണ്ണക്കുറവ് കൂടുതൽ കാണുന്നത്. 1976-ലാണ് 40 സെന്റിൽ ആദിവാസികൾക്ക് വേണ്ടി കോളനി സ്ഥാപിച്ചത്. തുടക്കത്തിൽ 100-ലേറെ കുടുംബങ്ങളിലായി 700-ഓളം പേരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇന്നത്തെ കണക്കനുസരിച്ച് 100-ൽ താഴെ കുടുംബങ്ങളായി ചുരുങ്ങുകയും ജനസംഖ്യ 300-ൽ താഴെയുമാണ്. 40 സെന്റ് ആദിവാസി ഉന്നതിയിൽ 1978-ൽ 100-നടുത്ത് കുട്ടികളുമായി തുടങ്ങിയ LP സ്കൂളിൽ ഇന്ന് 4 ക്ലാസുകളിലായി വെറും 10 കുട്ടികൾ മാത്രമാണുള്ളത്. കടുത്ത വംശനാശ ഭീഷണി നേരിടുന്നത് ഏഷ്യയിലെ ഏക ഗുഹാവാസികളായ ചോലനായ്ക്കർ വിഭാഗമാണ്. വനത്തിലെ ഗുഹകളിൽ മാത്രം താമസിക്കുന്ന ഇവർ സംസ്ഥാനത്ത് നിലമ്പൂർ മേഖലയിൽ മാത്രമാണുള്ളത്. 2025-ലെ കണക്കനുസരിച്ച് ജില്ലയിലാകെ 200-250 പേർ മാത്രമാണ് ചോലനായ്ക്കർ വിഭാഗത്തിലുള്ളത്. കരുളായി അമരമ്പലം വനമേഖലയിലാണ് ചോലനായ്ക്കരുള്ളത്. 2011-ലെ സെൻസസ് പ്രകാരം സംസ്ഥാനത്തെ ആകെ ആദിവാസികളുടെ എണ്ണം 23,000-നടുത്താണ്. ജില്ലയിൽ നിലമ്പൂർ, ഏറനാട് താലൂക്കുകളിലെ കരിക്കാട്, കരുളായി, മൂത്തേടം, വഴിക്കടവ്, ചോക്കാട്, പോത്തുകൽ, അമരമ്പലം പഞ്ചായത്തുകളിലാണ് ഇവർ കുടുംബങ്ങളായി താമസിക്കുന്നത്. ചോലനായ്ക്കർ, കാട്ടുനായ്ക്കർ, പണിയർ, അറനാടൻ, മലമുത്തൻ തുടങ്ങിയ വിഭാഗങ്ങളാണ് ജില്ലയിലെ പ്രധാന വിഭാഗങ്ങൾ. ഇതിൽ 59% വരുന്ന പണിയർ വിഭാഗമാണ് കൂടുതലുള്ളത്. അറനാടൻ വിഭാഗം ജില്ലയിലാകെ 600 പേർ മാത്രമാണെന്നാണ് കണക്ക്. പൊതുസമൂഹവുമായി കൂടുതൽ ഇടപെടുന്നവരും പുറം ജോലി ചെയ്യുന്നവരും ഇവരാണ്. ചോലനായ്ക്ക്, കാട്ടുനായ്ക്ക് വിഭാഗങ്ങൾ മലവിഭവങ്ങൾ ശേഖരിച്ചാണ് ഉപജീവനം നയിക്കുന്നത്. 1970-90 കാലഘട്ടങ്ങളിൽ ആദിവാസികളിലും സന്താന നിയന്ത്രണങ്ങൾ നടപ്പിൽ വരുത്തിയിരുന്നു. ആദിവാസികളിലെ പോഷകാഹാരക്കുറവും വംശവർദ്ധനവിനെ ബാധിച്ചു. ആദിവാസികളിൽ മാത്രം കണ്ടുവരുന്ന സിക്കിൾ സെൽ അനീമിയ ജനിക്കുന്ന കുട്ടികളിൽ മരണനിരക്ക് കൂട്ടി. ആദിവാസി യുവാക്കളും മുതിർന്നവരും ഒരുപോലെ ലഹരി വസ്തുക്കൾ വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങിയത് കുടുംബജീവിതത്തെ ബാധിച്ചു. ആദിവാസി യുവാക്കളിൽ ഒട്ടേറെ പേർ നിരാശാബാധിതരും വിവാഹ ജീവിതത്തിൽ താൽപര്യമില്ലാത്തവരുമായി മാറി. ആദിവാസികളുടെ ജീവിത സാമൂഹ്യ നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് ITDPയുടെ നേതൃത്വത്തിൽ ശ്രമം നടക്കുന്നുണ്ടെങ്കിലും ഇവരുടെ സ്ഥിതിയിൽ കാര്യമായ മാറ്റം വന്നിട്ടില്ല. യുവാക്കൾ ജോലി തേടിയും ചില സ്വകാര്യ പണമിടപാടുകളിൽ കുടുങ്ങിയും മറ്റും ആദിവാസി മേഖലയിൽ നിന്ന് പുറത്തു പോകുന്നവർ തിരികെ എത്താത്ത സംഭവങ്ങളുമുണ്ട്. വെള്ളവും വെളിച്ചവും സുഖസൌകര്യങ്ങളും കൂടിയിട്ടുണ്ടെങ്കിലും പല ആദിവാസി ഉന്നതികളും ശ്മശാനമുഖമാണ്. സ്കൂളുകളും മൈതാനവും 40 സെന്റ് കവലയുമെല്ലാം സജീവമായിരുന്നു. എന്നാൽ ഇന്ന് ആളനക്കം കുറഞ്ഞത് ആദിവാസികളുടെ വംശനാശം കൊണ്ട് മാത്രമാണ്. സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ചികിത്സയോ പോഷകാഹാരങ്ങളോ ഇപ്പോഴും ആദിവാസികൾ കൃത്യമായി ഉപയോഗിക്കുന്നില്ല. ചോക്കാട് പഞ്ചായത്തിലെ 40 സെന്റ് ആദിവാസികളുടെ സൌകര്യത്തിനാണ് ഒരു LP സ്കൂളും തൊട്ടടുത്ത കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററും അംഗനവാടിയും നിർമ്മിച്ചിട്ടുള്ളത്. ഹെൽത്ത് സെന്ററിൽ പുറത്തുനിന്നുള്ളവർ എത്തുന്നതുകൊണ്ട് നല്ല നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. സ്കൂളും അംഗനവാടിയും പേരിന് മാത്രം പ്രവർത്തിക്കുന്നു. ആദിവാസികളുടെ കാര്യത്തിൽ കൃത്യമായ പഠനവും നടപടികളും കാര്യക്ഷമമായി ഇനിയും നടപ്പാക്കിയില്ലെങ്കിൽ ആദിവാസി വിഭാഗം സമീപഭാവിയിൽ വംശമറ്റ് പോകാനിടയാകും. ന്യൂസ് ബ്യൂറോ, കാളികാവ്.